ശ്രീ സേനാപതി വേണു, അങ്ങ് നേരത്തെ SDP-യുടെ പ്രകടനത്തെ കണ്ടത് വളരെ ലഘൂകരിച്ചാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങ് പറഞ്ഞു ഒരു രാഷ്ട്രീയ കക്ഷിയല്ലേ അവരിവിടേക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രകടനമൊക്കെ ആകാമെന്ന്. പക്ഷേ ലഘൂകരിച്ചാണ് അങ്ങ് പറഞ്ഞതെങ്കിലും ചോദ്യം ഇതാണ്, അവർ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. അവർ പറഞ്ഞത് CPM-നെ പരാജയപ്പെടുത്തി എന്ന കാര്യമാണ്. പക്ഷേ അതിലൊരു കൃത്യമായ അജണ്ടയില്ലേ? ആ പ്രകടനത്തിന് പിന്നിൽ കൃത്യമായൊരു അജണ്ടയില്ലേ? അതായത് ഞങ്ങൾക്ക് തോൽക്കേണ്ടിയിരുന്നത് സരിനാണെന്ന കബളിപ്പിക്കൽ, അതിലെ അപകടം അങ്ങ് ഓർത്തില്ല? കൃഷ്ണരാജേ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഒരു എന്താ പറഞ്ഞ ഒന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നവംബർ 2-ാം തീയതി SDP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അലിയാർന്നോ മറ്റാണ് അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ. അപ്പൊ അന്ന് വൈകുന്നേരം ഞാനും ഈ ഫോറത്തിൽ ചർച്ചയ്ക്ക് വന്നാണല്ലോ. അപ്പൊ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ, പാലക്കാട് വരുമ്പോഴേക്കും ഞങ്ങളുടെ പിന്തുണ ആർക്കെന്ന് പറയില്ല, BJP-യെ തോൽപ്പിക്കാനായിട്ടുള്ള പിന്തുണ, ചേലക്കരയിൽ ഞങ്ങൾ ആർക്കും പിന്തുണ കൊടുക്കുന്നില്ല. ഇതായിരുന്നു അവരുടെ പ്രസ്താവന. അപ്പോ അന്ന് തന്നെ ഇവരുടെ ആ പ്രസ്താവനയിൽ ഉണ്ടായ ഒരു ദുരൂഹത ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും പിറ്റേ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് എത്ര SDP-ക്കാർ അവരുടെ പ്രകടനവുമായിട്ട് വന്നത്. പണ്ട് MM ലോറൻസ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആള് കൂടാതെ ഒക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും ആളെ ചേർക്കാനുള്ള തന്ത്രങ്ങളാണ്. അപ്പം പ്രകടനം നടത്തണം. അപ്പൊ പ്രകടനം നടത്താൻ ആളില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പള്ളി വിട്ട് ആളുകൾ, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വാഹനമില്ലല്ലോ, പള്ളിയിൽ നിന്ന് ഇറങ്ങി റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഏറ്റവും മുമ്പിൽ പോയി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചുവന്ന കൊടിയും പിടിച്ചു പോകും. അപ്പോൾ വഴിയിൽ നിൽക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഈ പിന്നാലെ വരുന്ന ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനത്തിൽ വരുന്നവരായിരിക്കുന്നു. ഈ പോകുന്ന ആളുകൾക്ക് അറിയത്തില്ല മുമ്പിൽ ഒരാൾ ഒരു കൊടിയും പിടിച്ചു പോകുന്നു, അയാൾ എന്തിനു പോകുന്നു എന്നുള്ളത് അവരും ശ്രദ്ധിക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ആൾക്കൂട്ടങ്ങൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കൊടിയുമായിട്ട് അല്ലെങ്കിൽ SDP-യുടേതെന്ന് പറഞ്ഞ് പടക്കവുമായിട്ട് ഇവർ 3-4 പേര് വന്ന് 10-20 പേര് വന്ന് ഈ പ്രകടനവുമായിട്ട്, ഞാൻ കൃഷ്ണരാജ് നമ്മളൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് നടത്തുമ്പോൾ ഈ എത്ര വോട്ട് SDP-I എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്, ഞങ്ങൾക്ക് ഇപ്പോൾ 18,724 ഞാൻ കയറുമ്പോൾ ഉള്ള കണക്കാണ്, ചിലപ്പോൾ ഒന്ന് കുറച്ചുകൂടെ വ്യത്യാസം വരും. ഏതായാലും ഞങ്ങൾ ഒരു 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നവരാണ്. അവിടെ SDP-I എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര വോട്ടുണ്ട്? നമ്മളൊന്ന് ഒരു പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ നടത്തേണ്ടതില്ലേ? അങ്ങനെ ഒരു ഇവര് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുൻകാലങ്ങളിലും ഒക്കെ മത്സരിച്ചിട്ടുള്ളതല്ലേ? ശ്രീ സേനാപതി വേണു, അവിടെ SDP-ക്ക് 10,000 വോട്ടുണ്ട് എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. മാത്രവുമല്ല കോൺഗ്രസ് ഈ വിജയ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ്, കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം രാഹുലിന് അഭിവാദ്യവുമായി ഇറങ്ങുന്നത് SDP-യുടെ പ്രവർത്തകരാണ്. അവർ മാധ്യമങ്ങളിലൂടെ അവരുടെ കാർഡുകൾ പങ്കുവെക്കുകയാണ്. പാലക്കാട് UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് ഞങ്ങളാണ് എന്ന ക്രെഡിറ്റ് എടുത്തുകൊണ്ട് SDP-യെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രകടനം നടത്തുന്നതിന് മുമ്പ് SDP-I CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോയി രാഹുൽ വിജയിച്ച് സരിനെ തറപറ്റിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ രീതിയിലുള്ള മതാധിഷ്ഠിത പാർട്ടികളുടെ ഒക്കെ പൊളിറ്റിക്കൽ അസ്തിത്വം, രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവരൊന്നുമില്ലെങ്കിലും, ഇവരുടെ പിന്തുണയൊന്നും ഇല്ലെങ്കിലും ഈ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഇവർക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട്. അപ്പൊ ഞങ്ങളുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി, എന്നാൽ പിന്നെ പടക്കം പൊട്ടിയിട്ട് എവിടെയാ, അത് CPM-ന്റെ ഓഫീസിന് മുമ്പിൽ തന്നെ പോയി ആയിക്കൊള്ളട്ടെ എന്ന്. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറഞ്ഞ ചില തന്ത്രങ്ങളുടെ ഭാഗമായി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല. ശ്രീ സേനാപതി വേണു ഇടപെടുന്നുകൊണ്ട് ക്ഷമിക്കണം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഈ വോട്ടെടുപ്പിന് മുമ്പ്, എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് പള്ളികൾ കേന്ദ്രീകരിച്ച്, അതുപോലെ വീടുകൾ കേന്ദ്രീകരിച്ച്, ഒരു പ്രത്യേക സമുദായത്തിന്റെ വീടുകൾ കേന്ദ്രീകരിച്ച് SDP-യുടെ നേതാക്കളും പ്രവർത്തകരും കയറിയിറങ്ങുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതല്ലേ? തൃശൂർ ആവർത്തിക്കരുത് എന്ന ശക്തമായ സന്ദേശം ചില ബെൽറ്റുകളിൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു N ബ്ലോക്ക് എന്ന രീതിയിൽ അവിടെ പാലക്കാട്
എൻ ബ്ലോക്ക് എന്ന നിലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടോ? അതിന് പോസ്റ്റർ അടിച്ചു. ബിജെപിയുടെ വളർച്ച വിധമാണ് പോസ്റ്ററുകൾ പോലും അടിച്ച് പ്രചരിപ്പിച്ചു. അല്ല രോഹിണിയും കൃഷ്ണരാജും കേൾക്കുക, ഞങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ സഞ്ചരിച്ചിരുന്ന ആളുകളാണ്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് എന്താണ്? അവിടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി സുപ്രഭാതത്തിലും സിറാജിലും ആരാണ് പരസ്യം നടത്തിയത്? അവരവിടെ വർഗീയ ധ്രുവീകരണത്തിന് അത്രയും വലിയ ശ്രമമാണ് നടത്തിയത്. ആ വർഗീയ ധ്രുവീകരണ ശ്രമത്തെ അല്ല ഞാൻ പറഞ്ഞത്, അവർ പോസ്റ്റർ അടിച്ചു, മറ്റവർ സിറാജ് പത്രത്തിൽ പരസ്യം കൊടുത്തു. രണ്ടും ശരി തന്നെ. ഞാൻ പറഞ്ഞത് ഇവിടെ CPM-ഉം അതിനോട് ചേർന്നുകൊണ്ട് ഇവരെല്ലാവരും കോൺഗ്രസിനെതിരെയുള്ള വലിയ UDF-നെതിരെയുള്ള വലിയ പ്രചരണമല്ലേ? അല്ലെങ്കിൽ സുപ്രഭാതം പത്രത്തിൽ അന്ന് വന്ന വാർത്തയിൽ എന്തിനാ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളാണോ സന്ദീപ് വാര്യർ? സന്ദീപ് വാര്യർ ഇപ്പൊ BJP-യിൽ നിന്ന് പോന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യം. അവിടെ സന്ദീപ് വാര്യരെ ഈ പത്രത്തിന്റെ 2 പേജിന്റെ അകത്ത് 75% ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ അപവാദ പ്രചരണവുമായിട്ട് വരേണ്ടതിന്റെ കാര്യം എന്താണ്? അപ്പൊ CPM-ഉം വേണു അങ്ങയിലേക്ക് എത്താം.